ജോർജ് ചേട്ടാ നമസ്കാരം. നമസ്കാരം. വ്യത്യസ്തമായ ഒരു ചെടിയുടെ അടുത്താണല്ലോ നമ്മൾ നിൽക്കുന്നത്. എന്താണിത്? ഇതിന്റെ പേരാണ് അച്ചാച്ചെറു. അച്ചാച്ചെറു. ഹൈ റേഞ്ചിൽ ഇത് ആദ്യമായിട്ടാണ് ഞാനിത് കൃഷി ചെയ്തത്. ഇത് ഒരു 3-4 വർഷം പിടിക്കുമെന്ന് പറഞ്ഞിട്ട് കായ്ക്കാണ്. ഇപ്പോൾ ഇത് 3-ാം വർഷമാണ്. തണൽ ആഗ്രഹിക്കുന്ന ഒരു ചെടിയാണ്. അതുകൊണ്ട് അതനുസരിച്ചുള്ളൊരു സ്ഥലത്താണ് ഞാൻ ഇത് വെച്ചിരിക്കുന്നത്. പിന്നെ നനവും കൂടുതൽ വേണമെന്നാണ് അവകാശപ്പെടുന്നത്. എന്തായാലും ഇത് നല്ല ഫ്രൂട്ട്സ് ആണെന്നാണ് പൊതുവേ അറിവ്. നമ്മൾ കഴിച്ചിട്ടില്ലാത്തതുകൊണ്ട് നമുക്ക് അറിയത്തില്ല, എങ്കിലും പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു അറിവ്. അത് ഞാനൊരു പരീക്ഷണാടിസ്ഥാനത്തിൽ ഇത് വെച്ചതാണ്. പോംക്രോങ്കാരുടെ തൈയാണ്. അവർ വളരെ നല്ലതാണെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ഞാൻ വാങ്ങിച്ചു വെച്ചതാണ്. പക്ഷേ ഇപ്പോൾ അതിൻ്റെ വളർച്ച കാണുമ്പോൾ ആദ്യം ഇത് മന്ദഗതിയിലുള്ള വളർച്ചയായിരുന്നു. അങ്ങനെ നമുക്കൊരു ബുദ്ധിമുട്ട് തോന്നി. പക്ഷേ ഇപ്പോൾ അത് ഇതായിട്ട് കയറി. ഇത് 3 വർഷം കൊണ്ട് ഈ വലിപ്പമായിട്ടുണ്ട്. ഹൈറ്റ് ആയിട്ടുണ്ട്. ഒരു 4 പ്രത്യേകതയുള്ള ഇലയൊക്കെയാണല്ലേ? 4 5 ഇത് കായ്ക്കാനുള്ള സാധ്യത കാണുന്നു എന്ന് പറയുന്നു. ഏതായാലും ഇത് ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ വെച്ചിരിക്കുന്നതാണ്. അത് വിജയിക്കും എന്നുള്ള വിശ്വാസത്തിൽ. ഇതും വിദേശ പഴമാണല്ലേ? വിദേശ പഴമാണ്. ബൊളീവിയ എന്നാ പറയുന്നത്. ശരിക്കും ഒരു മാങ്കോസ്റ്റിന്റെ അതേ രീതി അല്ലേ? മാങ്കോസ്റ്റിന്റെ ഇലയുടെ അല്പം നീളം കൂടുതലുണ്ട്. ഇലയ്ക്ക് ഒരു കുറേ നീളക്കൂടുതലും അതും ഇതുമൊക്കെ ആയിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഇതിന്റെ ഫലത്തെ കാത്തിരിക്കുന്നു. ഇപ്പോൾ ഹൈ റേഞ്ചിൽ ഒരുപാട് കൃഷി ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിന്റെ വില വളരെ കൂടുതലാണ്. അതുകൊണ്ട് പല സാധാരണ കൃഷിക്കാരും ഇതൊന്നും വാങ്ങിച്ച് വെക്കുവാൻ താല്പര്യപ്പെടുന്നില്ല. 750 രൂപ വിലയാണ് അവർ വാങ്ങിച്ചത്. ഇത് എന്തായാലും അത് നമ്മൾ ഇനി ഇതെങ്ങനെയാണ് ഇതിൻ്റെ അടുത്ത തൈയുടെ ഉൽപ്പാദനം എങ്ങനെയാണെന്ന് നമുക്കറിയത്തില്ല. അതിനകത്ത് ഗ്രാഫ്റ്റും ബഡും ഒന്നും കണ്ടിട്ടില്ല. സാധാ തൈയാണ് നമുക്ക് കിട്ടിയത്. അതിന് 750 രൂപ വിലയ്ക്കാണ് വാങ്ങിച്ചത്. അങ്ങനെ ഏതായാലും ഇത് ഇപ്പോൾ അതിൻ്റെ വളർച്ച കാണുമ്പോൾ നമുക്ക് ഇത് ഒന്ന് കൂടുതൽ വയ്ക്കണമെന്നുള്ളൊരു താല്പര്യം തോന്നുന്നുണ്ട്. ഉണ്ടല്ലേ? ഇത് ശരിക്കും ഒരു തണൽ ആഗ്രഹിക്കുന്ന ചെടിയാണ്. മാമ്പഴം മാതിരിയാണ്. അതുപോലെ തന്നെ ഒത്തിരി സ്ഥലം വേണ്ടി വരുമെന്ന് തോന്നുന്നു അല്ലേ? വളർച്ച സ്ഥലവും ഒരുപാട് വേണ്ടി വരും. ഞാനിവിടെ മറ്റേ സമീപത്തുള്ള മുരിങ്ങയൊക്കെ വെട്ടിക്കളഞ്ഞ ശേഷമാണ് ഈ വർഷമാണ് ഇത് ഇത്രയും ഇതിലായിട്ട് കൊണ്ടുവന്നത്. പിന്നെ വെള്ളം നനവും വേണമെന്നാണ് ആവശ്യപ്പെടുന്നത്. എന്തായാലും ഒരു 2-3 വർഷമാണ് കഴിഞ്ഞാൽ അടുത്ത വർഷമെങ്കിലും പ്രതീക്ഷിക്കുന്നു അല്ലേ? ഇതിപ്പം എത്രാമത്തെ വർഷ ചെടിയായിരുന്നു? ഇത് 3 വർഷമായി. അപ്പോൾ അടുത്ത വർഷം കഴിക്കാം. സാമാന്യം മുഴുത്ത തൈയായിരുന്നു അന്ന് വാങ്ങിച്ചത്. ഏതായാലും അത് തണൽ ഇഷ്ടപ്പെടുന്ന ഒരു വൃക്ഷമാണ്. അതിൻ്റെ ശാഖകളെല്ലാം കാണുമ്പോൾ തന്നെ നമുക്കറിയാം അത് തണലിലേക്കാണ് അതിന് കൂടുതലും ഇത് ഇഷ്ടപ്പെടുന്നത്. ഓക്കെ. അപ്പോൾ എന്തായാലും അച്ചാച്ചെറു ഹൈ റേഞ്ചിനെ സംബന്ധിച്ച് നമ്മൾ ഏത് ഫ്രൂട്ട്സ് ഉണ്ടെങ്കിലും നമ്മളെ ഹൈ റേഞ്ചിൽ പിടിച്ചെടുക്കുക എന്നുള്ളതാണ് ഒരു ഇത്. അതുകൊണ്ടാണ് ഇതിലേക്ക് എന്തൊരു പരീക്ഷണത്തിന് വെച്ചതാണ്. അത് വിജയിക്കും തോന്നുന്നു. എന്തായാലും നമുക്ക് കുറേ ഫ്രൂട്ട്സിന്റെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ. അതിൻ്റെ ഇപ്പം നമ്മൾ അബിയൊക്കെ കഴിക്കാൻ വേണ്ടി കാത്തിരുന്നു. അതെന്തായാലും അങ്ങനെ വന്നു. ഓരോന്നും കായ്ച്ചു കാണുമ്പോഴാണ് ഏത് കൃഷിക്കാരനും അതിൻ്റെ ഒരു പല വർഷത്തെ അത് കായ്ച്ചു കിട്ടുമ്പോഴാണ് അതിന് അങ്ങനെയൊരു താല്പര്യവും ഇതും വരുന്നത്. ആ ഒരു പ്രതീക്ഷയിൽ അങ്ങനെ കഴിഞ്ഞു കൂടുന്നു.